കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകളായിട്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ് അമേരിക്ക, ഇറാൻ, ഇസ്രയേൽ ഒക്കെ തമ്മിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് എങ്ങനെയെങ്കിലും ഇറാനുമായിട്ടുള്ള ഒരു കരാർ അത് എത്രയും വേഗം ഒപ്പിച്ചെടുക്കണമെന്നാണ് ട്രംപിൻ്റെ ആഗ്രഹം. അപ്പോൾ തന്നെ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ഗ്രോയിങ് ആയിട്ടുള്ള ഡിസഗ്രിമെൻറ്റുകൾ, വർദ്ധിച്ചു വരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇസ്രയേൽ ഹെസ്ബൊള്ളായെയും ഇറാൻ്റെ ഭീഷണിയും കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തിൽ കൂടുതൽ ഫ്രിക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പൊളിറ്റിക്കലായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് അല്ല പ്രധാനമായിട്ടും. ബൈബിൾ വിശ്വസിക്കുന്ന വീണ്ടും ജനിച്ച ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ എങ്ങനെയായിരിക്കണമോ അന്ത്യകാലങ്ങൾ ആയിരിക്കണം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം, അതിൻ്റെ ഒരു സ്റ്റേജ് ഇപ്പോൾ ഒരുക്കപ്പെട്ടു വരികയാണോ? ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ ചിന്തിക്കുന്നത്. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു ഇറ്റേണിറ്റി. നമുക്ക് ആദ്യം ചില ഫാക്ട്സ് ഒന്ന് നോക്കാം. ട്രംപിൻ്റെ ഈ പുഷ് ഫോർ എ ഡീൽ വിത്ത് ഇറാൻ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ അനലിസ്റ്റുകളുടെ ആ ഒരു ഡിസ്കഷൻ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് എങ്ങനെയെങ്കിലും ഇറാനുമായിട്ട് ഒരു കരാർ എത്രയും വേഗം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ചില ഒബ്സർവേഴ്സിൻ്റെ കൺസേൺ, അവരുടെ ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഇറാൻ ഇതിനോടകം പലതവണ പല വാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും, അതായത് അവർ യുറേനിയത്തിൻ്റെ എൻറിച്ച്മെൻ്റ് ഒക്കെ കുറയ്ക്കാം, അല്ലെങ്കിൽ ബോംബിൻ്റെ ഉണ്ടാക്കുവാനായിട്ടുള്ള ലെവലിലോട്ടുള്ള രീതിയിൽ അവർ കൊണ്ടുപോകത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ വീണ്ടും അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് തുടർന്നുകൊണ്ട് തന്നെയിരുന്നു. ഇപ്പോൾ അനലിസ്റ്റുകൾ പറയുന്നത് എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയത്തെ ഇറാനിൽ നിന്ന് കൊണ്ടുപോകാതെ, എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റികളെ ഇല്ലാതാക്കാതെ, വെപ്പൺസ് ഡെവലപ്മെൻറ്റ്, ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാതെ ഏതാനും ചില കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ഒപ്പുവെച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്നാണ് ഇപ്പോഴത്തെ ആശങ്ക. ഈ പറയുന്ന ചർച്ചകൾ തൽക്കാലത്തേക്കുള്ള രീതിയിലുള്ള ഒരു ശാന്തതയൊക്കെ കൊണ്ടുവന്നിരിക്കും. അപ്പോൾ തന്നെ ഇറാൻ്റെ ലോങ് ടേം കേപ്പബിലിറ്റീസ്, അവർക്ക് ദീർഘനാളുകൾ കഴിഞ്ഞ് ഉണ്ടാക്കിയെടുക്കാവുന്ന പല കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും കരാറിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റ്, ഇത് മിഡിൽ ഈസ്റ്റിലെ അനലിസ്റ്റുകളുടെ അസസ്മെൻറ്റാണ്. ഈ ഒരു അസസ്മെൻറ്റിനെ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ്. വലിയ ഒരു ഡിപ്ലോമാറ്റിക് എഫേർട്ട്, നയതന്ത്രപരമായിട്ടുള്ള എഫേർട്ടും പ്രഷറും ഇപ്പോൾ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഇതിപ്പോൾ സംഭവിക്കുമ്പോൾ ഇറാൻ അപ്പോൾ തന്നെ ഇറാൻ്റെ സ്വാധീനം മിഡിൽ ഈസ്റ്റിൽ പല പ്രോക്സികളിലൂടെ, ഉദാഹരണത്തിന് ഹെസ്ബൊള്ള, ഹമാസ്, അങ്ങനെ പല പ്രോക്സികളിലൂടെ അവരുടെ ആ സ്വാധീനം അവിടെ ശക്തമാക്കിക്കൊണ്ടും കൂടെ ഇരിക്കുക. ഇനിയിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റാണ് ഈ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ടെൻഷൻ. അത് ഈ കഴിഞ്ഞ ഏതാനും കുറച്ച് ആഴ്ചകളായിട്ടുള്ള രീതിയിലാണ്. ഇസ്രയേലിൻ്റെ സൈനികപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും അമേരിക്കയുടെ നയതന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും തമ്മിൽ ഒരു അപ്പാരൻറ്റ് ഡിഫറൻസ്, ഒരു വ്യത്യാസം ഇപ്പോൾ കണ്ടുവരികയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹെസ്ബൊള്ള ഒരു ഇമ്മീഡിയറ്റ് ത്രെട്ട്, വളരെയധികം ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഭീഷണിയായിട്ട് തന്നെയാണ് ഇസ്രയേൽ കണക്കാക്കുന്നത്. വർഷങ്ങളായിട്ടുള്ള രീതിയിലുള്ള റോക്കറ്റ് ആക്രമണങ്ങളും, പിന്നെ ആ ഇസ്രയേൽ ലെബനോൻ ബോർഡറിൽ ഇറാൻ്റെ പകരക്കാരായ ഹെസ്ബൊള്ളയുടെ ആ സൈനികപരമായിട്ടുള്ള ബിൽഡപ്പും, ഇതെല്ലാം കാണുമ്പോൾ ഇസ്രയേലിലെ നേതാക്കൾ വിശ്വസിക്കുന്നത് ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻ അത് ഉണ്ടായേ പറ്റുള്ളൂ. അത് അൺഅവോയ്ഡബിളാണ്, ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ഭീഷണിയാണ് ഹെസ്ബൊള്ള ഇപ്പോൾ ഇസ്രയേലിന്. അപ്പോൾ തന്നെ അമേരിക്ക ഫോക്കസ് ചെയ്യുന്നത് ആ മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായിട്ടുള്ള രീതിയിൽ ചർച്ചകൾ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു യുദ്ധം, അതായത് ഇസ്രയേലും ഹെസ്ബൊള്ളയും തമ്മിലുള്ള ഒരു യുദ്ധം ഒരു കാരണവശാലും ഇപ്പോൾ തുടങ്ങരുത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ടെൻഷനുണ്ട്. ഇസ്രയേലിൻ്റെ മുൻതൂക്കം, പ്രയോറിറ്റി സെക്യൂരിറ്റിയാണ്. പക്ഷേ അമേരിക്കയുടെ മുൻതൂക്കമോ ഡിപ്ലോമസിയാണ്, നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ്. അപ്പം ഈ ഗോൾസ്, ഈ രണ്ട് ലക്ഷ്യങ്ങളും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നീങ്ങുമ്പോൾ ഉറപ്പായിട്ടും ഫ്രിക്ഷൻ ഉണ്ടാവും. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞ ഒരു കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇസ്രയേലിനെ സംബന്ധിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതുകൂടെ നമുക്ക് നോക്കണം. ട്രംപ് ഈ കഴിഞ്ഞ ദിവസം താൻ പരസ്യമായിട്ടുള്ള രീതിയിൽ പറയുകയുണ്ടായി, ട്രംപ് ഇല്ല എങ്കിൽ ഇസ്രയേൽ ഇപ്പോൾ നിലനിൽക്കില്ല എന്ന്.
ട്രംപിനെ അനുകൂലിക്കുന്നവർ അനേകർ അതിനെ സപ്പോർട്ട് ചെയ്തു. കാരണം അവർ പറയുന്നത് ട്രംപ് യെരുശലേമിനെ ഇസ്രായേലിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള രീതിയിൽ അംഗീകരിച്ചു. പിന്നെ എബ്രഹാം അക്കോർഡ്സിനെ ട്രംപ് സപ്പോർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ പല പോളിസികൾ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ എടുത്തതുകൊണ്ട് തന്നെ ട്രംപിനെ അവർ ഇപ്രകാരമുള്ള ഒരു പ്രസ്താവനയിൽ കണ്ടം ചെയ്തില്ല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയില്ല, അവർ അനുകൂലിച്ചു. പക്ഷേ ബൈബിൾ വിശ്വസിക്കുന്ന അനേക ദൈവമക്കൾ, പല ക്രിസ്ത്യൻസ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ മറ്റൊരു രീതിയിലാണ് റിയാക്ട് ചെയ്തത്. അവരുടെ കൺസേൺ, അവരുടെ ആശങ്ക പൊളിറ്റിക്കലായിട്ടുള്ള രീതിയിൽ, രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലല്ല, തിയോളജിക്കലായിട്ടാണ്, വേദശാസ്ത്രപരമായിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. കാരണം തിരുവെഴുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെ നിലനിൽപ്പും ഇസ്രയേലിനെ സൂക്ഷിക്കുന്നതും ഒരു വ്യക്തി, ഒരു മനുഷ്യ വ്യക്തി, ഒരു സിംഗിൾ ഹ്യൂമൻ ലീഡർ, ഒരു നേതാവിനെ ആശ്രയിച്ചല്ല. രാജാക്കന്മാരെയോ പ്രസിഡന്റുമാരെയോ മിലിറ്ററി കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പാർട്ടീസ്, അതായത് അവരെ ഒന്നും ആശ്രയിച്ചല്ല ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് മുന്നോട്ട് പോകുന്നത്. ബൈബിൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരു വസ്തുതയാണ്, ദൈവം തന്നെയാണ് ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. യെശയ്യാവ് പ്രവാചകൻ തന്നെ പറഞ്ഞത്, ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കയില്ല. തിരുവെഴുത്തിലുടനീളം ദൈവം തന്നെ പ്രഖ്യാപിക്കുന്നത് ദൈവമാണ് ഇസ്രയേലിനെ മടക്കി കൊണ്ടുവരുന്നതും ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതും ഇസ്രയേലിനെ ഡിഫെൻഡ് ചെയ്യുന്നതും. അത് എന്തിനു വേണ്ടിയാ? ഇസ്രയേലിൻ്റെ കഴിവോ യോഗ്യത കൊണ്ടാണോ? അല്ല. ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനെ പ്രതി മാത്രമാണ് ദൈവം ഇസ്രയേലിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ഇത് പറയുമ്പോൾ ലീഡേഴ്സ്, അതായത് നേതാക്കന്മാരുടെ റോള് ഇല്ല, അല്ലെങ്കിൽ അവർക്കൊരു പങ്കില്ല എന്നല്ല. ദൈവം കാലാകാലങ്ങളിൽ പല നേതാക്കന്മാരെ ഇസ്രയേലിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അമേരിക്ക പോലുള്ള രാജ്യത്തെ പല സന്ദർഭങ്ങളിലായിട്ടുള്ള രീതിയിൽ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളെയും ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം അങ്ങനെയുള്ള രാജ്യങ്ങളെ ഒത്തിരി അധികം അനുഗ്രഹിച്ചിട്ടുമുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. അത് എന്തുകൊണ്ടാണ്? ഉൽപ്പത്തിയുടെ പുസ്തകം 12:3 വാക്യത്തിൽ ദൈവം എബ്രഹാമിനോട് പറഞ്ഞതാ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ആ ഒരു വാഗ്ദത്തത്തിൻ്റെ ഒരു നിവർത്തീകരണമായിട്ടാണ് ഇസ്രയേലിനെ സഹായിക്കുമ്പോൾ ആ സഹായിക്കുന്ന രാജ്യങ്ങളെ ദൈവം അനുഗ്രഹിക്കും. പക്ഷെ അപ്പോൾ തന്നെ മറ്റൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കണം. ദൈവം ചെയ്യാമെന്ന് പറഞ്ഞതോ, അല്ലെങ്കിൽ ദൈവം ചെയ്യുന്ന കാര്യത്തെയോ, അല്ലെങ്കിൽ ദൈവം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇതിലേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ അതിലെവിടെയെങ്കിലും ക്രെഡിറ്റ് എടുത്താൽ അത് ശരിയാവില്ല, അത് വലിയ തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്നല്ലേ, നെബൂഖദ്നേസർ, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയവന്, ഞാനൊരു ദൈവത്തെ പോലെ എന്ന ഒരു ചിന്തയും എന്ന ആ ഒരു കാര്യങ്ങൾ തൻ്റെ ആ ഒരു ഹൃദയത്തിൽ നിന്നും വായിൽ നിന്നും വന്നപ്പോൾ തന്നെ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്, ദൈവം അവനെ ഹംബിൾ ചെയ്തു, ദൈവം അവനെ താഴ്ത്തി. അവന് സുബോധം വരുന്ന സമയം വരെ അവൻ പോച്ചയൊക്കെ തിന്ന് ഒരു മൃഗത്തെ പോലെ നടന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം മറ്റാർക്കും കൊടുക്കുവാൻ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും തട്ടിയെടുക്കുവാൻ ദൈവം അനുവദിക്കില്ല. അങ്ങനെ ചെയ്യുന്നവരെ ദൈവം കൈകാര്യം ചെയ്യും. ആൻഡ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബൈബിൾ പറയുന്നത് അന്ത്യകാലത്ത് ഇറാൻ, ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഇറാൻ എന്ന രാജ്യത്തിന് വലിയൊരു പങ്കുണ്ട്. നമ്മൾ യെഹെസ്കേൽ 38 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് സംഘടിത രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യുവാൻ കടന്നു വരും. അതിലെ ഒരു രാജ്യമാണ് പേർഷ്യ. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഇറാൻ. നിങ്ങളതൊന്ന് ചിന്തിച്ചു നോക്കി. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് യെഹെസ്കേൽ പ്രവാചകൻ കൃത്യതയോടുകൂടി തന്നെ പറഞ്ഞു, പേർഷ്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളിലുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇസ്രയേലിനെതിരെ അധിനിവേശം നടത്തുവാൻ, ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യുവാൻ കടന്നു വരും. ഇന്ന് ഇറാൻ്റെ ഭരണകൂടമാണ് ഇസ്രയേലിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഡിറ്റർമൈൻഡ് എനിമീസ്. ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിലെ ഒന്നാണ് ഇറാൻ്റെ ഭരണകൂടം. അതൊരു കോയിൻസിഡൻസ് അല്ല, അതൊരു യാദൃച്ഛികമായിട്ട് ചുമ്മാ അങ്ങനെ സംഭവിച്ചതല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ തന്നെയാണ് ഈ അന്ത്യകാലത്തിലെ കാര്യങ്ങൾ സംഭവിച്ചു വരുന്നത്. ബൈ ദ വേ, യെഹെസ്കേൽ 38 അധ്യായത്തിലെ ആ ഗോഗ് മാഗോഗ് അധിനിവേശം എപ്പോൾ, അതിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ, ആ സമയത്തെ സാഹചര്യം എന്തായിരിക്കും, ആ ഒരു അധിനിവേശത്തിൻ്റെ ഔട്ട്കം എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്, യഥാർത്ഥത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത്, ആ പറയുന്ന എല്ലാ കാര്യങ്ങളും അടങ്ങിയ ആ സന്ദേശം ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പം ഇതിൻ്റെ കൂടെ ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് പീസ് എഫേർട്സ് ആൻഡ് പ്രൊഫറ്റിക് പാറ്റേൺസ്. മനുഷ്യൻ പല തവണയായി ചരിത്രത്തിൽ പിന്നെയും
സമാധാനം കൊണ്ടുവരുവാൻ നയതന്ത്രപരമായ നീക്കത്തിലൂടെ ശ്രമിക്കും. ചരിത്രത്തിലുടനീളം പല ലീഡേഴ്സും ചില സമാധാന കരാറുണ്ടാക്കുകയും ചർച്ചകൾ നടത്തുകയും പിന്നെ വെടിനിർത്തൽ എഗ്രിമെൻറ്റുകൾ ഇവയൊക്കെയും ഒരുക്കുകയും ഇവയൊക്കെ ഒപ്പുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ചിലതൊക്കെ തൽക്കാലത്തേക്കുള്ള രീതിയിൽ വിജയിച്ചെന്നിരിക്കാം. പക്ഷെ നിലനിൽക്കുന്ന സമാധാനം എല്ലായ്പ്പോഴും എല്യൂസീവായി, എല്ലായ്പ്പോഴും വഴുതി പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബൈബിൾ ഈ ഒരു പാറ്റേണിനെ പണ്ട് തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അതിൻ്റെ അർത്ഥം എല്ലാ സമാധാന കരാറും തെറ്റാണ് എന്നല്ല. പക്ഷേ വിശ്വാസികളായിട്ടുള്ളവരെ, വീണ്ടും ജനിച്ച ദൈവമക്കളെ ഓർപ്പിക്കേണ്ട കാര്യം, ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരമമായിട്ടുള്ള പരിഹാരം ഇപ്രകാരം രാഷ്ട്രീയപരമായ ചർച്ചകളോ ഇതൊന്നുമല്ല. നിലനിൽക്കുന്ന സമാധാനം വരുന്നത് സമാധാനപ്രഭുവായ യേശു കർത്താവ് വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നമ്മൾ എല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് വീക്ഷിക്കുമ്പോൾ ഇറാൻ്റെ വർദ്ധിച്ചു വരുന്ന ആ ഒരു സ്വാധീനം, പ്രത്യേകിച്ച് ഒരു ഭീഷണിയായിട്ടുള്ള രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന ആ സ്വാധീനം, പിന്നെ തുടർമാനമായിട്ട് ഇസ്രായേൽ നേരിടുന്ന സംഘർഷങ്ങളും യുദ്ധങ്ങളും, പിന്നെ ഇൻ്റർനാഷണൽ പ്രഷർ, രാജ്യങ്ങൾ എല്ലാവരും ചേർന്ന് ഇപ്പോൾ പ്രസ് ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധി, പ്രത്യേകിച്ച് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസും ഈ എനർജി ക്രൈസിസും ഓയിലിൻ്റെ വില വർദ്ധിക്കുന്നതും ഈ വിഷയങ്ങൾ സംബന്ധിച്ചൊരു പരിഹാരം, ഒരു ചർച്ച ഉണ്ടാക്കി ഇത് സെറ്റിൽ ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഇൻ്റർനാഷണൽ പ്രഷർ, പിന്നെ നമ്മളെപ്പോഴും കാണുന്ന ഒരു കാര്യം വർദ്ധിച്ചു വരുന്ന ഇൻസ്റ്റെബിലിറ്റി, മിഡിൽ ഈസ്റ്റിൽ പിന്നെയും അനിശ്ചിതത്വം പോലെ തന്നെയുള്ള ആ സാഹചര്യം. അപ്പം അതിൽ നിന്നെല്ലാം നമ്മളെ ഓർപ്പിക്കുന്നത്, എങ്ങനെയാണോ തിരുവെഴുത്തിൽ അന്ത്യകാലത്തെ സാഹചര്യമായിരിക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് നീങ്ങുക. ബൈബിൾ ഒരിക്കലും വാഗ്ദത്തം ചെയ്തില്ല അന്ത്യകാലത്തിൽ സമാധാനമായിരിക്കും ഉണ്ടാകുന്നതെന്ന്. ബൈബിൾ ഒരിടത്ത് പോലും അന്ത്യകാലത്ത് സ്റ്റെബിലിറ്റി, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി വൃത്തിയായി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും എന്ന് പറയുന്നില്ല. അതിനു പകരം ബൈബിളിൽ മുന്നറിയിപ്പ് തന്നിട്ടുള്ളത് അന്ത്യകാലത്ത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പിന്നെ മഹാമാരികളും ചതിയും വഞ്ചനയും ആളുകളുടെ സ്നേഹം തണുത്തു പോകുന്നതും പിന്നെ ആഗോളതലത്തിലുള്ള ടെർമോയിൽ, സാമ്പത്തിക മേഖലയായാലും രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിനകത്തും ഒരു ടെർമോയിൽ, എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും. അതൊക്കെ തന്നെയല്ലേ നമ്മളിപ്പോൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴെന്നല്ല, കുറേ നാളുകളായിട്ടുള്ള രീതിയിൽ കണ്ടുവരുന്നത്. അപ്പോൾ ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ, വീണ്ടും ജനിച്ച അനുഭവമുള്ള ദൈവപൈതൽ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രതികരണം ഭയവും ഭീതിയുമല്ല വരേണ്ടത്. നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഓരോ ഹെഡ്ലൈനും നാം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനം എത്രയോ സത്യമാണെന്നുള്ളത്. ഓരോ സംഘർഷവും നാം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം യേശു കർത്താവിൻ്റെ ആ രണ്ടാം വരവ് ഏറ്റവും അടുത്തു എന്നുള്ളത്. ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ പ്രവചനത്തിൻ്റെ, ദൈവത്തിൻ്റെ ആ പ്രവചന കലണ്ടറിൽ അവസാനത്തിൻ്റെ ആ നിമിഷത്തിലേക്ക് ഫാസ്റ്റായി നീങ്ങുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇതിലെ ചോദ്യം പ്രവചനം നിവൃത്തിയാകുമോ എന്നുള്ളതല്ല. ഇതിലെ ചോദ്യം ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചില്ലെങ്കിൽ, അങ്ങനെ ഒരു ആശ്രയം നിങ്ങൾ യേശുവിൽ വെച്ചില്ലെങ്കിൽ, ഇന്നത്തെ ദിവസം ആ ഒരു തീരുമാനം എടുക്കാമോ? കാരണം ഇസ്രായേൽ വീണ്ടും ഉണ്ടാകും എന്ന് പറഞ്ഞ ബൈബിൾ, അന്ത്യകാലത്ത് സകല ജാതികളും സകല രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരെ നിൽക്കും എന്ന് പറയുന്ന ആ ബൈബിൾ, അതേ ബൈബിൾ വാഗ്ദത്തം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അല്ലെ അങ്ങനെ ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടും. അങ്ങനെ ഒരു വ്യക്തിയുടെ മേൽ ദൈവം സൗജന്യമായി നിത്യജീവൻ കണക്കിടും എന്ന് ദൈവത്തിൻ്റെ വചനം വാഗ്ദത്തം ചെയ്യുന്നു. അതുകൊണ്ട് പ്രവചന ക്ലോക്ക് മുന്നോട്ട് ഫാസ്റ്റായിട്ട് നീങ്ങുന്നു. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് മോർ ദാൻ എവർ നമ്മുടെ കണ്ണുകൾ നമ്മൾ യേശുവിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. യേശു തന്നെ പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങളെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ, അന്ത്യകാലങ്ങളെ പറ്റി മനസ്സിലാക്കുവാൻ സഹായിച്ചെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനോടെ എനേബിൾ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യണം. ആൻഡ് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇപ്രകാരമുള്ള അപ്ഡേറ്റ്സ് ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ന്യൂസും പിക്ചേഴ്സും ക്ലിപ്സും ഒക്കെ പലപ്പോഴും കൂടെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ അതിനകത്താണ്, ടെലഗ്രാം ചാനലിലാണ് ഞാനത് കൂടെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നത്. ആൻഡ്
യൂട്യൂബിലെ സന്ദേശങ്ങൾ എല്ലാം നോട്ടിഫിക്കേഷനായി വരുന്നില്ലെങ്കിൽ ഒരു ബാക്കപ്പ് സിസ്റ്റമായിട്ടുള്ള രീതിയിലൂടെയാണ് നമ്മൾ ടെലഗ്രാം ചാനലിൽ നമ്മൾ സന്ദേശങ്ങളുടെ ലിങ്കുകളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.